ന്യൂയോർക്ക് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും കനത്ത വെള്ളപ്പൊക്കം. ന്യൂജേഴ്സിയിലെ ചില പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷമാണ്. തിങ്കളാഴ്ച രാത്രി പെയ്തിറങ്ങിയ മഴയാണ് ന്യൂയോർക്ക് സിറ്റി ഉൾപ്പെടെയുള്ള യുഎസിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെ പ്രളയത്തിൽ മുക്കിയത്. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ വാഹനഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വിതരണത്തിലും തടസ്സമുണ്ടായി. വ്യോമഗതാഗതത്തെയും കനത്ത മഴയും തുടർന്നുണ്ടായ പ്രളയവും ബാധിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂയോർക്ക് സിറ്റി, വാഷിംഗ്ടൺ സിറ്റി, ബാൾട്ടിമോർ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, വിർജീനിയ തുടങ്ങി യുഎസിലെ നിരവധി നഗരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ യുഎസിലെ വടക്ക് കിഴക്കൻ, മിഡ് അറ്റ്ലാന്റിക് എന്നിവിടങ്ങളിലെ നിരവധി പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലായി. റോഡുകളിൽ വെള്ളം നിറഞ്ഞതോടെ വാഹനഗതാഗതം താറുമാറായി. കനത്ത മഴയും കൊടുങ്കാറ്റും ന്യൂയോർക്ക് സിറ്റി മുതൽ വാഷിംഗ്ടൺ DC വരെയുള്ള മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കിയതായി USA ടുഡേ റിപ്പോർട്ട് ചെയ്തു. പ്രളയം രൂക്ഷമായതോടെ ന്യൂജേഴ്സിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജൂലൈ 14 വൈകുന്നേരം 2 മണിക്കൂറിനുള്ളിൽ 6 ഇഞ്ച് മഴ പെയ്തതായി ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി പറഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങൾ തകർന്നു എന്നാണ് പ്രളയക്കെടുതി ചൂണ്ടിക്കാട്ടി മർഫി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ന്യൂയോർക്ക് നഗരത്തിന് ഏകദേശം 30 മൈൽ അകലെയുള്ള ന്യൂജേഴ്സിയിലാണ് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇവർ സഞ്ചരിച്ച വാഹനം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തിരച്ചിലിൽ പിന്നീട് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ന്യൂയോർക്ക് നഗരത്തിലെ സെൻട്രൽ പാർക്കിലെ മഴമാപിനിയിൽ 1 മണിക്കൂറിൽ 2.07 ഇഞ്ച് മഴ രേഖപ്പെടുത്തി. നഗരത്തിൻ്റെ ചരിത്രത്തിൽ 1 മണിക്കൂറിനുള്ളിൽ പെയ്ത രണ്ടാമത്തെ ഉയർന്ന മഴയാണിതെന്ന് മേയറുടെ ഓഫീസ് അറിയിച്ചു. 2021 സെപ്റ്റംബർ 1 3.15 ഇഞ്ച് രേഖപ്പെടുത്തിയ മഴയാണ് നേരത്തെ രേഖപ്പെടുത്തിയ ഉയർന്ന മഴനിരക്ക്. ചുഴലിക്കാറ്റ് ഈടയുടെ സമയത്താണ് ഈ മഴ രേഖപ്പെടുത്തിയത്. ജൂലൈ 14 വൈകുന്നേരം 6:51 7:51 ഇടയിൽ കനത്ത മഴ പെയ്തതായി മേയറുടെ ഓഫീസ് പറഞ്ഞു. ശക്തമായ ഇടിമിന്നലും കനത്ത മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയതോടെ വിർജീനിയയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മിഡ് അറ്റ്ലാന്റിക്കിൻ്റെ ചില ഭാഗങ്ങളും കനത്ത മഴ ജാഗ്രതയിലാണ്. മിഡ് അറ്റ്ലാന്റിക് അപ്പലാച്ചിയൻ മേഖലയിലെ മഴയും വെള്ളപ്പൊക്ക സാധ്യതയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.